ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഗംഭീരമായിട്ട് തുടങ്ങാൻ പോവാണ്. ആദ്യം തന്നെ ഗ്യാസ് കത്തിച്ച് സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ കണ്ടസ്റ്റന്റ് ആയ ഇഷ ആൻഡ് സിഞ്ചു. അപ്പൊ നിങ്ങളുടെ കുട്ടി അടുക്കള ഇഷ്ടപ്പെട്ട മോളുടെ വീട്ടിലെ അടുക്കളയാണോ ഇതാണ് ഇഷ്ടപ്പെട്ടത്? രണ്ടും കൊള്ളാം. വീട്ടിലെ അടുക്കളയിലേക്ക് പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഉണ്ട്. ഞാൻ ദോശയൊക്കെ ചെറുതായിട്ടല്ല കണ്ടോണ്ടിരിക്കും. ചൂടാനൊക്കെ അറിയാം. ചുടും മറിച്ചൊക്കെ ഇടും. ദോശ മറിച്ചിടും. വിദഗ്ധയാണ്. ദോശ മറിച്ചിടാൻ വിദഗ്ധ. പിന്നെ പാത്രം കഴുകും, തൂക്കും, തുണിയൊക്കെ നനയ്ക്കും. അച്ഛടാ അതൊക്കെ ചെയ്യോ? പക്ഷേ എനിക്കൊരു നാണക്കേട് വരുന്നു. എനിക്കിത് കേട്ടിട്ടൊരു നാണക്കേട് വരുന്നു. പഠിക്കാം എല്ലാം പഠിക്കാം. എന്താണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്? എഗ് ലോലിപോപ്പ്. എഗ് ലോലിപോപ്പ്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് നല്ല വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി ഈ രണ്ട് കുഞ്ഞു മക്കൾക്ക് തരിക. ഓക്കെ റെഡി? ഞങ്ങൾ അവിടെ കാത്തിരിക്കാം. യെസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ലോലിപോപ്പ് ആണ്. പിന്നെ എഗ് ലോലിപോപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഭയങ്കര മഴയാണ്. അതെ. അപ്പൊ ഈ മഴയത്ത് കുറച്ച് സ്പൈസി ആയിട്ട് ക്രഞ്ചി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് എഗ് ലോലിപോപ്പ്. അപ്പോൾ നമുക്കതിന്റെ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. എഗ് ലോലിപോപ്പ് ആയതുകൊണ്ട് അതിന് എഗ് ഹാർഡ് ബോയിൽ ചെയ്ത എഗ് ആണ്, നല്ല വേവിച്ച എഗ്. പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത സവാളയും, പിന്നെ മല്ലിയില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, ഇതാണ് ആദ്യം വേണ്ടത്. പിന്നെ ബ്രെഡ് പൊടിച്ചതാണിത്. പിന്നെ ഇത് ബ്രെഡ് ക്രംസ് ആണ്, അത് കോട്ടിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയാണ് വേണ്ടത്. നമ്മൾ ആദ്യം മുട്ട ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. എത്ര ചിക്കൻ ലോലിപോപ്പ് അല്ല എഗ് ലോലിപോപ്പ് ആണ് ഉണ്ടാക്കുന്നത്? ഒരു 8 to 10. 3 മുട്ടയാണ് ഇവിടെ എടുക്കുന്നത്. അപ്പൊ ഒരു 8 to 10. ഇഷയ്ക്ക് ഫേവറേറ്റ് മുട്ടയാണ്, മുട്ടക്കുട്ടിയാണ്. ഇത് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മളൊരു ബൗളിലോട്ട് മാറ്റുക. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് സവാള, അത് നമ്മൾ ഇച്ചിരി വലിയ സവാള, ഈ വലിയ സവാളയാണെന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ പകുതി സവാള കുനായിട്ട് അരിഞ്ഞാൽ മതി. ഇനി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതക്കാം. വെളുത്തുള്ളി ഇഞ്ചി അല്ലേ? വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചു. ഇനി കുറച്ച് മുളക് ആൾക്ക് അത്ര എരിവ് ഭയങ്കര ഇഷ്ടമല്ല, എന്നാലും കുറച്ച്. അത് ചതയ്ക്കുവോ അതെയോ അരിഞ്ഞിടുവോ? അത് അരിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇടുക. ഇനി കുറച്ച് മല്ലിയില, ഇനി ഇതിനകത്ത് എന്തൊക്കെ ഇടണം വെച്ചു? ഇച്ചിരി മുളക് പൊടി, ഒരല്പം പേരിന് മുളക് പൊടി, ഒരല്പം കുറച്ച് ഇട്ടോ, ഇച്ചിരി ഇട്ടോ. എന്താ ഇടാൻ പോകുന്ന ഇഷക്കുട്ടി? മഞ്ഞപ്പൊടി. ഇനി കുറച്ച് കുരുമുളക് പൊടി. ഇനി ഇതിലിടാൻ പോകുന്ന വെച്ചാൽ ഷെഷ്വാൻ സോസ് ആണ്. എന്ത് സോസ്? ഷെഷ്വാൻ സോസ്. ജിഞ്ചർ ചില്ലി ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സോസ് ആണ്. അപ്പൊ ആ സോസ് ഇടാതെയും ഇത് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാം. പക്ഷെ നമ്മള് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളകും ഇടുമ്പോ ഇച്ചിരി കൂട്ടിയിടണം. ഇച്ചിരി ഉപ്പ്, ഇതെല്ലാം കൂടെ നമ്മള് കുഴക്കണം. ആ ക്ലാസ് സമയത്ത് ഇച്ചിരി ബ്രെഡ് ക്രംസ് എടുത്ത് ആ പ്ലേറ്റിൽ വെക്കാവോ? ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്ക് ആണല്ലേ? പെട്ടെന്ന് സമയം വേണ്ടി വരും സിഞ്ചുവിന് പൊതുവെ ഉണ്ടാക്കാൻ? കുറച്ചൊന്ന് ഫ്രൈ ചെയ്യാൻ. കാര്യം നമ്മൾ തീ കൂട്ടിയിട്ടാ പെട്ടെന്ന് കരിഞ്ഞു പോവും.
അപ്പോഴത്തേക്കും അതിന് വേണ്ടി കുറച്ച് സമയം വേണം. പിന്നെ ഇത് ജസ്റ്റ് നന്നായിട്ട് സ്മാഷായി വന്ന് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് കുഴയ്ക്കുമ്പം കൈ കൊണ്ട് നന്നായി കുഴക്കണം. കുഴച്ചോളൂ. ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് എന്താണ് ബ്രൗൺ ബ്രെഡ് പൊടിച്ചതാ. ബ്രൗൺ ബ്രെഡ് അല്ലേ? ആ ഞാൻ ഒരു പാത്രത്തിലേക്ക് അല്ലേ? ബ്രെഡ് ക്രംസ് ഇടുകയാണ്. ക്രംസ് ഞാനിവിടെ ഒരു 2.5 സ്പൂൺസ് ആണ് ഇട്ടിട്ടുള്ളത്. മുട്ട ഇഷക്കുട്ടി മുട്ട ഇത് സൂക്ഷിക്കണം കേട്ടോ, തൊണ്ട് വീഴാതെ നോക്കണം അതിന്റെ ഉള്ളില്. ഇച്ചിരി ഉപ്പിടാം, കുറച്ച് ഉപ്പ്, പിന്നെ ഇച്ചിരി കുരുമുളക്. നീ ഇച്ചിരി ബീറ്റ് ചെയ്യോ? ഞാൻ പറ്റിയ ഇപ്പൊ എല്ലാ പരിപാടികളും കഴിഞ്ഞോ? ഇനി വറുത്താ മാത്രം മതി. ഇനി വറുത്താൽ മാത്രം ഇല്ല, ബോൾ ആക്കണം. ഞാൻ ബോൾ ആക്കിയിട്ട് വറുത്താ മാത്രം മതി. കോട്ട് ചെയ്തിട്ട് വറുക്കുക. ഈശക്കുട്ടി അവിടെ ചെയ്യുന്ന എന്തിനു വേണ്ടിട്ടാ? അത് ഈശക്കുട്ടി അത് മറ്റേ കോട്ടിങ്ങിന് വേണ്ടി മുട്ട ഇത് ചെയ്യാൻ പോവാ. ഉരുട്ടുന്ന സമയത്ത് പാട്ട് കേൾക്കാൻ സമയമുണ്ടോ? ഓ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഇനി അവര് നന്നായിട്ട് അത് ഉരുട്ടി വരണം. അപ്പൊ അവരുടെ മനസ്സിനൊരു സന്തോഷം കിട്ടാൻ പാട്ട് കേൾക്കാനുള്ള സമയമായിരിക്കാണ്. അതൊക്കെ അരിഞ്ഞോ? റെഡി അല്ലേ മോളെ? റെഡിയാണ്. അപ്പൊ ഇഷക്കുട്ടിക്കും സിഞ്ചുവിനും വേണ്ട ഒരു പാട്ട്. എന്റെ എന്തായാലും മനസ്സ് നിറഞ്ഞു. ഇനി വയറും കൂടി നിറഞ്ഞാൽ മതി. അസലായിട്ട് പാടി. ഈ റെസിപ്പി എവിടുന്ന കിട്ടിയത് സിഞ്ചുവിന്? അത് പറയൂ. ഞാൻ പറയാം. എന്റെ വാപ്പാന്റെ ലവറിന്റെ റെസിപ്പിയാണ്. എന്റെ വാപ്പാന്റെ ലവറിന്റെ റെസിപ്പിയാ? അത് നോക്കിയപ്പോ ബാപ്പ അവിടെ പോയി, തിരിച്ചു പോയി. ഞാൻ എന്റെ കാതുകളെ വിശ്വസിച്ചോട്ടെ. അപ്പൊ സിഞ്ചുവിന് എങ്ങനെ ഈ ലവറിന്റെ റെസിപ്പി സിഞ്ചുവിന് എങ്ങനെ എടുക്കാൻ തോന്നി? അത് പറയൂ. ഒരു ദിവസം നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ലവർ വീട്ടിൽ വന്നു? അല്ല, നിങ്ങൾ അങ്ങോട്ട് പോയി. എന്തിന്? കാണാൻ. ഓക്കെ. വാപ്പ നിർബന്ധിച്ചിട്ട്? ഒരു ഫാമിലി ഫ്രണ്ടാണ്. ഫാമിലി ഫ്രണ്ടാണ്. അപ്പൊ അങ്ങനെ. പക്ഷെ ലവറാണ്. പണ്ടത്തെ ലവറാണ്, ഫ്രണ്ട്സ് ആണ്. ഇപ്പൊ ഫ്രണ്ട്സ് ആണ്. അപ്പൊ അങ്ങനെ അവരുടെ വീട്ടിൽ പോയി. എന്നിട്ട് പോയപ്പോ ഇങ്ങനെ ഒരു ഇത് ഉണ്ടാക്കി തന്നു. അപ്പൊ എനിക്ക് അതിന്റെ പേര് എഗ് ലോലിപോപ്പ് ഒന്നും എനിക്ക് അറിയില്ല. എന്നോട് പറഞ്ഞു അന്ന് ഉണ്ടാക്കിയത് ഒന്ന്
ഉണ്ടാക്കി നോക്ക്, ഓക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. എന്റെ മുജീബ്ക്ക. മുജീബിക്കയുടെ അതായത് ലവർ ഉണ്ടാക്കി അതേ സാധനം തന്നെ സിഞ്ചുവിനെ പഠിപ്പിച്ച് ഉണ്ടാക്കിച്ച് ഇന്ന് നോക്കൂ ശ്വേതാജി, ഇന്ന് നമ്മുടെ കോമ്പറ്റീഷൻ അതാണ് അവിടെയും. ആ ലവറിന് ഒരുപാട് നന്ദി. എന്തായാലും എനിക്ക് നല്ല പോസിറ്റീവ് ആയിട്ട് തോന്നി. വഴക്കും വെക്കാണൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ ഇവരുടെ ഫാമിലി മുന്നോട്ട് എഗ് പോകുന്നു. ലോലിപോപ്പ് ഉണ്ടാക്കാനാണ് ഞാൻ വന്നതെങ്കിലും പാവം ശ്വേതാച്ചിയാണ് ഇപ്പൊ ഫ്രൈ ചെയ്തു. അല്ലല്ല, അല്ല, ഞാൻ ശ്വേതാജി ഇത് help എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടാ. ഇപ്പൊ എന്താ അതിന്റെ അവസ്ഥ? എഗ് ലോലിപോപ്പിന്റെ അവസ്ഥ മുജീബിക്കെ പോലെ ആയോ? കരിഞ്ഞോ? സത്യം പറഞ്ഞാൽ ബാക്കിയെല്ലാം റെഡിയാണ്. യെസ്. ഫ്രൈ ആയിട്ട് വരാനുള്ള ഒരു സമയം. അവിടെ ഏകദേശം മുട്ടയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. സോ അങ്ങനെ എഗ് ലോലിപോപ്പ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. താങ്ക് യു. വെള്ളം കിട്ടി. എഗ് ലോലിപോപ്പ് Thank ഇവിടെ you. എത്തി. കാണാൻ ഭയങ്കര രസം. കാണാൻ നല്ല ക്യൂട്ട് ആയിട്ടുള്ള presentation ആണ്. പ്രസന്റേഷൻ ഇസ് ഗുഡ്. എനിക്ക് ഒരേ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് ഷെസ്വാൻ സോസ് ഹെൽത്തി ആണോ? ഹെൽത്തി അല്ല, പക്ഷെ സോസിന്റെ ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ ഒരു സ്പൂണൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതിന് വലിയ നോട്ട് ഗുഡ് ഡെയിലി ഡെയിലി അല്ല, പക്ഷെ ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. Okay. അത് നമ്മൾ ബിക്കോസ് നമ്മുടെ പ്രേക്ഷകരും കാണുകയാണ്, ഈ ഷെസ്വാൻ സോസിൽ അജിനോമോട്ടോ ഇതൊക്കെ എല്ലാം ഉണ്ടാവും. അത് നല്ലതല്ല. സോ അത് ജസ്റ്റ് ഒരു അഡ്വൈസ് ആയിട്ട് തന്നെ മാത്രം എടുക്കുക. ഓക്കെ മോളും ആ സോസ് ഒന്നും കഴിക്കാൻ പാടില്ല. ഓക്കെ. സോ എന്തായാലും പ്രസന്റേഷൻ നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൂടെ എന്താ പറയുക, ഓക്കെ ജ്യൂസ്. ചെസ്. ഇതിനെ കുറിച്ച് അഭിപ്രായം പറയണ്ടല്ലോ, നല്ലതാണല്ലോ. അതെ, ഇനി ഇത് പക്ഷേ ടേസ്റ്റ് ചെയ്യാൻ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് വരാൻ പോണത്. ആ ചേച്ചി വിളിക്കുന്നതിന് ഒരു മുമ്പ് ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ് അവരുടെ. അതെ, ഒരുവിധം നമ്മളെ മലയാളി പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഭക്ഷണം എന്ന് പറയുമ്പോൾ തന്നെ ഫേസ്ബുക്കിലോ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാണ് എന്റെ ചോറ്റുപാത്രം എന്ന് പറയുന്ന. അവിടെ ഒരുപാട് പേർക്ക് ചോറ്റുപാത്രത്തിന്റെ നമ്മൾ സ്കൂളിലൊക്കെ സ്നേഹത്തോടെ കൊടുക്കുന്ന ഒരു നമ്മളല്ലേ ഊണ്. ടിഫിൻ. അതെ അതെ. അപ്പൊ നമുക്ക് ആ ചേച്ചിയെ വിളിക്കാം. വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ശാലിൻ. നമസ്കാരം. നമസ്കാരം. കാണുമ്പോ തന്നെ മനസ്സ് നിറഞ്ഞു. ചോറ്റുപാത്രവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ കാലിയല്ലല്ലോ അല്ലേ? ഓ സൂപ്പർ. അപ്പൊ നമുക്ക് നല്ല ചോറ്റുപാത്രത്തില് സ്നേഹം നിറച്ച് ഭക്ഷണം കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് സന്തോഷം നമ്മുടെ സൂപ്പർ അമ്മയും മകളുടെ ഈ വേദിയില് ഒരു ജഡ്ജായിട്ട് വന്നതിന്. അതെ, ആദ്യം ചോറ്റുപാത്രം നിങ്ങളുടെ വിഭവം ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും, എന്നിട്ട് നമുക്ക് വിശേഷങ്ങൾ. ഇതാണ് ഇവരുണ്ടാക്കിയ എഗ് ലോലിപോപ്പ്. അപ്പൊ ചേച്ചി അത് ടേസ്റ്റ് ചെയ്തിട്ട് ജഡ്ജ്മെന്റ് നമുക്ക് ലാസ്റ്റ് പറയാം. എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്തോളൂ. നന്നായിട്ടുണ്ട്. ഇറ്റ്സ് ടേസ്റ്റിയാണ്. വലിയ എന്താ പറയാ, വലിയ എരിവില്ല, കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. മുട്ടയുടെ ഭയങ്കര അങ്ങനെ ഒരു എന്താ പറയുക, നമ്മൾ പറഞ്ഞില്ല മുട്ടയുടെ ഒരു വല്ലാത്തൊരു സ്മെല്ലൊന്നുമില്ല. ഞാനിത് പരീക്ഷിക്കും. സൂപ്പർ. അപ്പം ചേച്ചി പറയൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ചോറ്റുപാത്രം എങ്ങനെ പോകുന്നു? ലൈഫിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ. ഒരു സിംഗിൾ മോമാണ്, ഒരു ക്യാൻസർ സർവൈവർ ആണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു ഐഡിയ വന്നത് എങ്ങനെയാണ്? അതായത് ഒരു 2019 ഒരു ബിഗ് ബ്രേക്ക് എടുക്കുകയാണ് പാലിയേറ്റീവ് കെയറിലേക്ക്. അതിനു മുന്നേ ഉള്ളതെന്ന് പറയുന്നത് 2013 ഞാനും എൻ്റെ മക്കളും തിരുവനന്തപുരത്ത് ഒറ്റപ്പെട്ടു പോയത്. അപ്പോൾ അവിടെ അത് കൊണ്ടെത്തിച്ചത് ഒരു മാനസികമാണ്, മെന്റലി നമ്മളൊരു വല്ലാത്തൊരു സ്റ്റേജിൽ കൊണ്ടെത്തിക്കുന്നു. അവിടെ നിന്ന് നമ്മൾ ഓരോന്നായിട്ട് സർവൈവ് ചെയ്യണു. നമ്മൾ 2019 വയ്യാതെ ആവണു വീണ്ടും. അപ്പോൾ അവിടേക്ക് ഇരുന്നപ്പോഴാണ് ആലോചിക്കണേ എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം. അങ്ങനെ ഗവൺമെന്റിന്റെ ലോണ് എടുത്തിട്ട്, അത് അന്നാണ് അറിയുന്നത് സ്ത്രീകൾക്കുള്ള ലോണുകൾ പ്രോജക്റ്റ് കൊടുത്താലുണ്ടെന്ന്. അങ്ങനെ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രോജക്റ്റുകളെ കുറിച്ച് അറിയുകയും അങ്ങനെ ഒരു പുതിയ കോൺസെപ്റ്റ്, എന്ത് ചെയ്താലും വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത. അങ്ങനെയാണ് ലൈവ് ഐസ്ക്രീം. ഇന്നും 3 വർഷമായി ആരും അത് കൊണ്ടുവന്നിട്ടില്ല. നാളെ ഉദ്ഘാടനം, ഇന്ന് രാത്രി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. ഇപ്പോ നമ്മൾ ലോക്ക്ഡൌണിന്റെ 3ാമത്തെ വാർഷികം നമ്മൾ ഈ വർഷം ആഘോഷിച്ചു. ഇതിന്റെ ഇടയിൽ പറഞ്ഞല്ലോ, അതായത് ഞാൻ തിരുവനന്തപുരത്ത് മക്കളെയും കൊണ്ട് ഒറ്റപ്പെട്ടു എന്നുള്ളത്. അത് എന്താണ് സംഭവം?
അത് ആക്ച്വലി എൻ്റെ അറ്റ് മൈ ഏജ് ഓഫ് 26 ക്യാൻസറിന്റെ സാധ്യത കണ്ടിട്ട് ആദ്യം യൂട്രസ് റിമൂവ് ചെയ്യാണ്. അന്ന് എൻ്റെ മകന് ഒരു 5.5 മാസം മാത്രമേ പ്രായമുള്ളൂ. അപ്പൊ അതൊരു ഇരിക്കുന്നത് മരണ കാരണമാണ് എന്നുള്ളത് തന്നെ അറിഞ്ഞിട്ടാണ് പിന്നെ അതൊക്കെ എടുത്ത് മാറ്റുന്നത്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയായിരുന്നു അവനൊരു 5.5 മാസമേ ഉള്ളൂ, അവൻ ഒന്ന് നടക്കാറാവുന്നത് വരെയെങ്കിലും ജീവൻ തിരിച്ചു കിട്ടണേന്ന്. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട എബി കുട്ടുന്നാണ് സ്വാസികയ്ക്ക് അറിയുന്നത്. അപ്പോൾ അവനാണ് ഇന്ന് എന്നത്തിലേക്ക് എറിയുന്നത്. 22 ഇയേഴ്സ്. മകളുണ്ട്, മൂത്തയാള്. ഞങ്ങൾ രണ്ടുപേരും, എൻ്റെ ഗ്രാൻഡ് മദറിന് ഈ ഡിസീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിൽ കുറേ പേടിയുണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ രണ്ടാമത് ഞങ്ങൾക്ക് ബ്രസ്റ്റിൽ ഇതിങ്ങനെ ഇനി ഇരുന്ന് കഴിഞ്ഞാൽ അതും പ്രശ്നം ഉണ്ടാവും വെച്ചിട്ട് നമ്മളത് മാസെക്ടോണമി ചെയ്യാനായിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അത് വരികയും എൻ്റെ ഹസ്ബൻഡിന്, പുള്ളിയുടെ വീട്ടുകാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരികയും ഞങ്ങൾ അതിന് തയ്യാറെടുക്കുന്ന സമയത്ത് വീട്ടിൽ പോയി അവരോടൊക്കെ പറഞ്ഞ് സമ്മതിച്ചിട്ടൊക്കെ വരാം എന്ന് പറഞ്ഞു പോയതാണ്. പുള്ളി തിരിച്ചു വന്നില്ല. പക്ഷേ നൗ ഐ റെസ്പെക്ട് ഹിം. കാരണം പുള്ളിയുടെ ഭാര്യയും മക്കളെക്കാട്ടിലും ഒരുപടി കൂടുതൽ പുള്ളിയുടെ വീട്ടുകാരെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അവിടെ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ആദ്യം ഞങ്ങളത് പെട്ടുപോയി. അങ്ങനെ ഒരു 6 മാസത്തോളം എന്താ പറയുന്ന ഭ്രാന്തിന്റെ അവസ്ഥയിൽ തന്നെയായി. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ 15 വയസ്സുള്ള മകൾ ഒരു സൈഡില്, 11 വയസ്സുള്ള മകൻ അടുത്ത വശത്ത്. എനിക്കറിയാത്ത തിരുവനന്തപുരം, എന്ത് ചെയ്യണോന്നറിയില്ല. അങ്ങനെ ഒരു സുഹൃത്തിന്റെ സഹായത്തോടുകൂടി 3000 രൂപയ്ക്ക് അവരുടെ അമ്മയെ നോക്കുന്ന ജോലി സ്റ്റാർട്ട് ചെയ്തതാണ്. മകളുടെ പഠിത്തം എങ്ങനെ കൊണ്ടുപോകുന്നൊന്നും അറിയില്ലായിരുന്നു. മകളന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു. ഇന്ന് ഈ 11 വർഷം കഴിയുമ്പോൾ മകൾ ഇന്ന് ഫാംഡി കഴിഞ്ഞ് ഡോക്ടറാണ്. അയാൾ ഡൽഹിയിലാണ്. മകൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് അയാളൊരു മെഷീൻ ഡ്രോയിങ് പഠിക്കാൻ എറണാകുളത്ത് വിട്ടതാണ്. അതിനോടൊപ്പം കുഞ്ഞ് സ്ട്രീറ്റ് മോമോസിന്റെ ഷോപ്പ് തുടങ്ങി 6 മാസമായി. ഈ ഒരു കാലയളവ് അതിങ്ങനെ അങ്ങോട്ട് പോവായിരുന്നു. അപ്പോഴാണ് 2021 ഷോപ്പ് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യേണ്ടി വന്നു. കാരണം ലോക്ക്ഡൌൺ ആണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 പേരും കൂടി അങ്ങ് ഉദ്ഘാടനം ചെയ്തു. കാരണം ഞങ്ങൾക്ക് വേറെ വഴിയില്ല. കാരണം ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടിടത്ത് നിന്നാണ് ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണത്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താ നമുക്ക് തുടങ്ങാം. തുടങ്ങിയിട്ട് നമ്മളത് അടച്ചിടേണ്ടി വന്നു. അവിടെ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പട്ടിണി വരെയായി. ഒന്നുമില്ല ഞങ്ങളുടെ വീട്ടിൽ. ഞങ്ങള് കടയിലത്തേക്ക് വാങ്ങി വെച്ച ഐസ്ക്രീംസിന് വാങ്ങി വെച്ച ബിസ്ക്കറ്റ്സ് ഒക്കെ മക്കള് കഴിച്ചിട്ടാണ് പോയത്. കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്നാണ് ഞങ്ങൾ ആ സമയങ്ങളിൽ ആഹാരം കഴിച്ചത്. അവിടെയാണ് നമുക്ക് അടുത്തെന്തെങ്കിലും. അപ്പോൾ മാസ്കിന്റെ നിർമ്മാണം ഇല്ലാണ്ടായി, കിട്ടാണ്ടായി മാസ്ക്. അങ്ങനെ 108 ആംബുലൻസിലെ വൈശാഖ് വിളിച്ചു പറഞ്ഞു മാസ്ക് കിട്ടാനില്ല. ഒന്ന് ചേച്ചി തിരുവനന്തപുരത്തുണ്ടല്ലോ, പൂജപ്പുര പോയി ഒന്ന് അവിടെ കിട്ടുമോ, നമ്മുടെ ജയിലിൽ അതന്ന് ഉണ്ടാക്കുന്നുണ്ട്. ജയിലിന് മുറിയിൽ അവിടെ ഫ്രണ്ടിൽ കാത്തിരുന്നപ്പോ അകത്ത് എന്നിട്ട് സാറിനോട് ചോദിച്ചത് ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് പഠിപ്പിച്ചു തരുമെന്ന്. അവിടെ നിന്ന് പിന്നെ മാസ്ക് നിർമ്മാണം കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്ന സ്ത്രീകളെ വീട്ടിലിരുത്തിക്കൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് അത് ചെയ്തു. 2 മാസം കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കി 40,000 രൂപ. അല്ല, അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാലേ അതിപ്പോഴും പറയുമ്പോഴും എടുക്കുമ്പോഴും ഇതാണ്. അതിൽ നിന്ന് പിന്നീടാണ് ചോറ്റുപാത്രത്തിലേക്ക് വരുന്നത്. ചോറ്റുപാത്രത്തിൽ അപ്പൊ അതും ആ ഒരു ഐഡിയ ചേച്ചിയുടെ തന്നെയാണോ, അത് മോളോ ആരെങ്കിലും? അല്ലല്ല, അത് ആക്ച്വലി December 3 ഷോപ്പിലേക്ക് വരുന്ന 3 കുട്ടികൾ, സംഗീത കോളേജിലെ 3 കുഞ്ഞുങ്ങളാ. അവര് വന്നു, ഐസ്ക്രീം കഴിക്കുന്നു, തിരിച്ചു പോകുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ട് അവരെ വഴിയിൽ കാണുന്നു. 3 മണി സമയം. ആ 3 മണി സമയത്ത് അവരെ കാണുകയും അവർ ഓടി വന്നു ആന്റി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എവിടെ പോയിട്ട് വരിക വെച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പൊ നോർമലി ഇപ്പൊ തന്നെ നമ്മൾ പറയുന്ന പോലെ വിശന്നിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കില്ലേ നീയൊക്കെ കഴിച്ചു, ഞാനിവിടെ വിശന്നിരിക്കുകയാണ്, ചോറൊക്കെ കഴിക്കണം, എനിക്കിങ്ങ് വീട്ടിൽ പോയിട്ടേ കഴിക്കാൻ പറ്റൂ. അവിടെ ആ മക്കള് പറഞ്ഞ മറുപടി അയ്യോ ഞങ്ങൾ ചോറല്ല കഴിക്കണത്, പിന്നെന്തായോ നട്ടുച്ചയ്ക്ക് കഴിക്കണേ. ചോറ് കഴിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പോകുമ്പോൾ മാത്രമേ ഉള്ളൂ. പകരം ഞങ്ങൾ കഴിക്കണത് നാരങ്ങ വെള്ളോ പപ്സോ എന്തെങ്കിലുമൊക്കെയാ. അപ്പൊ അതെന്താണെന്ന് പെട്ടെന്ന് ചോദിക്കുമല്ലോ, അതെന്താ പൈസ ഇല്ലാഞ്ഞിട്ടാണോ? അപ്പോൾ ഞങ്ങൾ പണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്നാണ് ഷെയർ ചെയ്യണത്. കാരണം കൊറോണ വന്നപ്പോൾ ഷെയറിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അവിടെ ഇല്ലാണ്ടായി, കൈയിട്ട് വരാൻ പറ്റുന്നില്ല. പിന്നെ അവർക്ക് പൈസ, അവരൊക്കെ ഗവൺമെന്റ് കോളേജുകളിൽ സീറ്റ് കിട്ടി വരുന്ന പല കുട്ടികളും ബ്രില്യന്റ് കുഞ്ഞുങ്ങളാണ്. പക്ഷെ സാമ്പത്തികമായിട്ട് അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഹോസ്റ്റല്. അപ്പൊ ഇവര് ഒരു ദിവസം 100 രൂപയ്ക്ക് അകത്താണ് ഇവരുടെ 3 നേരത്തെ ഭക്ഷണം. ചിലപ്പോൾ കഴിക്കും, കഴിക്കില്ല. അന്ന് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ പിറ്റേന്നാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ എത്ര രൂപയാണ് ഒരു ഊണിന് ചിലവാകുന്നതെന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു 33 രൂപയാവുക നമ്മുടെ വീടുകളിലെല്ലാം ഒരു നോർമൽ ലഞ്ച്. എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ ഇവര് ഫോട്ടോ ഇട്ടതനുസരിച്ച് ഇൻസ്റ്റയിൽ കണക്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഒരു നിങ്ങളുടെ 28ന്റെ കൂടെ ഒരു 5 രൂപ 7 രൂപയും കൂടി ഉണ്ടാക്കിയാൽ ഞാൻ നിങ്ങൾക്ക് ചോറ് തരാം. അപ്പോൾ അവർക്ക് ഹാപ്പിയായി. അപ്പൊ ഞാൻ വിചാരിച്ചു ടിഫിൻ ബോക്സ് വേണം, 3 പാത്രം മേടിക്കണം, 3 പിള്ളേരല്ലേ ഉള്ളേ. പക്ഷെ ഇവർക്ക്
ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ കളഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ ഇതിനകത്ത് പേര് എഴുതണ്ട്. അങ്ങനെ പിന്നെ അവിടെ നിന്നപ്പോ മനസ്സിൽ തോന്നി ചോറ്റുപാത്രം എന്ന് എഴുതാം. അങ്ങനെ എഴുതി തുടങ്ങിയപ്പോ അറിയാതെ തോന്നി എന്റെ ചോറ്റുപാത്രം. സോ ഹി വിൽ തിങ്ക് ദാറ്റ് ദിസ് ഇസ് മൈൻ. അപ്പൊ അവന്മാർ ഉടനെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ 5 പേരുണ്ട്. അങ്ങനെ 5 പേർക്ക് വേണ്ടി തുടങ്ങി. ഞങ്ങൾക്കൊരു 2 വയസ്സുള്ള ഡോറാമോള് മുതൽ 83 വയസ്സുള്ള അയ്യർ സാർ വരെ എന്റെ ചോറ്റുപാത്രം കഴിക്കുന്നത്. പക്ഷേ നമ്മൾ എല്ലാം പുറകോട്ട് നോക്കുമ്പോൾ നമുക്ക് വിഷമങ്ങൾ ഉണ്ടെങ്കിലും ഇന്നാണ് യു ആർ എൻ ഇൻസ്പിറേഷൻ. ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ്. അതാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ചേച്ചിയുടെ കഥയിൽ നിന്ന്, വർത്തമാനത്തിൽ നിന്ന്, ആറ്റിറ്റ്യൂഡിൽ നിന്നൊക്കെ അവർക്ക് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ കുറെ കാര്യങ്ങൾ മനസ്സിലൂടെ ഓടി പോകുന്ന ഒരു കഥയായിരുന്നു. എന്തായാലും സിഞ്ചുവിന്റെ ഈ എഗ് ലോലിപോപ്പ് ഇഷ്ടപ്പെട്ടു അല്ലേ? ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു.